കമ്മിറ്റി ഓൺ കോപ്പറേഷൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്നെടുക്കുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആണ്. ഇതാണ് കമ്മിറ്റിയുടെ പേര്, കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ്. ഓക്കെ, അപ്പം എന്താണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്, ആരാണ് ഇതിൻ്റെ ചെയർമാൻ, ആരായിരുന്നു ഇതിൻ്റെ മെമ്പർ സെക്രട്ടറി, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക, സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നോക്കിയേ, കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ്. The Conference of the State Ministers in charge of cooperation held in Mysore in 1959 recommended the appointment of an expert committee for making concrete suggestion to expand credit for agriculture production. Okay, the Conference of the State Ministers in charge of cooperation, അതായത് സഹകരണ വകുപ്പിൻ്റെ ചാർജുള്ള മിനിസ്റ്റർമാരുടെ ഒരു കോൺഫറൻസ് എന്നാണ് 1959 മൈസൂരിൽ വെച്ച് നടന്നു. എന്നാണ് 1959 മൈസൂരിൽ വെച്ച് നടന്നു. സഹകരണ വകുപ്പിൻ്റെ ചാർജുള്ള സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഫറൻസ് 1959 എവിടെ വെച്ച് നടന്നു? മൈസൂരിൽ വെച്ച് നടന്നു. And they recommended the appointment of an expert committee for making concrete suggestion to expand credit for agricultural production. കാർഷിക മേഖലയിലെ വായ്പാ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് അഡിക്വേറ്റ് ക്രെഡിറ്റ് റിക്വയർമെന്റ് ഓഫ് ഏതാണ്? അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. കാർഷിക മേഖലയിൽ ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് റിക്വയർമെന്റിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ രൂപീകരിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ കോൺഫറൻസ് 1959 മൈസൂരിൽ വെച്ച് നടന്നു. അവർ റെക്കമെൻഡ് ചെയ്തു. അതിനു മുമ്പ് തന്നെ നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ കോപ്പറേറ്റീവ് പോളിസി 1959 വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ കോപ്പറേറ്റീവ് പോളിസി രൂപീകരിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ കൺസിഡറിംഗ് ദ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റ് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് NDC റെസൊല്യൂഷൻ 1958. 1958 NDC റെസൊല്യൂഷൻ്റെ എന്താണ് ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റിനെ കുറിച്ച് പരിഗണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഏതാണ് വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ കോപ്പറേറ്റീവ് പോളിസി. അവരും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചർ പ്രൊഡക്ഷനുള്ള ക്രെഡിറ്റ് റിക്വയർമെന്റ് എന്തല്ല? ഇൻഅഡിക്വേറ്റ് ആണ്, അഡിക്വേറ്റ് അല്ല, പര്യാപ്തമല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ എന്ന് രൂപീകരിച്ചു? 1959 സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ കോർപ്പറേഷൻ്റെ ചാർജുള്ള സംസ്ഥാന മന്ത്രിമാരുടെ ഒരു കോൺഫറൻസിൽ വെച്ചിട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയോഗിക്കുവാൻ വേണ്ടിയിട്ട് നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഓക്കെ, പറയുന്നുണ്ട് ദ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റഡ്, അതായത് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് കോർപ്പറേഷൻ. ഓക്കെ, ദ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റഡ് എന്താണ്? കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻ സെപ്റ്റംബർ 1959. സെൻട്രൽ ഗവൺമെന്റ് 1959 സെപ്റ്റംബർ മാസത്തിൽ എന്ത് ചെയ്തു? കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റിനെ അപ്പോയിന്റ് ചെയ്തു. എന്നാണ് 1959 സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റിനെ അപ്പോയിന്റ് ചെയ്തത്. ഏത് വർഷമാണ്? സെപ്റ്റംബർ 1959. അപ്പൊ ഈ കമ്മിറ്റിയുടെ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ഷൻ, അഗ്രികൾച്ചർ പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള എന്താണ് ക്രെഡിറ്റ് ഫെസിലിറ്റികൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു സംവിധാനം നിലവിലുണ്ടോ? അപ്പൊ അങ്ങനെയുള്ളൊരു സംവിധാനം നിലവിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അപ്പൊ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത്. ഓക്കെ, അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ആരാണ്? VL മെഹത്ത, വൈകുന്തൽ മെഹത്ത. അന്നത്തെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ ചെയർമാൻ ആയിരുന്ന
ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ ചെയർമാൻ ആയിരുന്ന വൈകുന്ത് എൽ മെഹ്തയുടെ ചെയർമാൻഷിപ്പിൽ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് എന്ന പേരിൽ സെൻട്രൽ ഗവൺമെന്റ്, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേഷൻ ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, ദെൻ ആരായിരുന്നു ചെയർമാൻ? വി എൽ മെഹ്ത. വി എൽ മെഹ്തയാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ. വൈകുന്ത് എൽ മെഹ്ത, വി എൽ മെഹ്തയാണ് ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ. ഓക്കെ, ഇതിന്റെ മെമ്പർ സെക്രട്ടറി ആരാന്ന് വെച്ചാൽ ആരാ മെമ്പർ സെക്രട്ടറി? എ പളനിയപ്പ മുതലിയാർ. ആരാണ് മെമ്പർ സെക്രട്ടറി? എ പളനിയപ്പ മുതലിയാർ ആയിരുന്നു കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റിന്റെ മെമ്പർ സെക്രട്ടറി. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, ഇതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് 1958 NDC റെസൊല്യൂഷന്റെ ഇംപ്ലിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ NDC റെസൊല്യൂഷന്റെ ഇംപ്ലിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ കോപ്പറേറ്റീവ് പോളിസി 1959 അപ്പോയിന്റ് ചെയ്തു. അവരുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആവശ്യമായുള്ള ക്രെഡിറ്റ് എന്താണ്? ഇൻഎഡിക്വേറ്റ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റും അതേപോലെ തന്നെ RBIയും സെൻട്രൽ ഗവൺമെന്റും പ്ലാനിംഗ് കമ്മീഷനൊക്കെ കൂടി ചേർന്നുകൊണ്ട് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു പരിഹാരം കണ്ടെത്തണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതും ആയതിന്റെ അടിസ്ഥാനത്തിൽ 1959 മൈസൂരിൽ വെച്ച് നടന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സിന്റെ കോൺഫറൻസും ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷന് പര്യാപ്തമാവുന്ന വായ്പ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അന്നത്തെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ ചെയർമാൻ ആയിരുന്ന വൈകുന്തൽ മെഹ്തയാണ് ഇതിന്റെയും ചെയർമാൻ. ആരായിരുന്നു മെമ്പർ സെക്രട്ടറി? എ പളനിയപ്പ മുതലിയാരായിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി. കമ്മിറ്റിയുടെ പേരെന്താണ്? കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് എന്നാണ്. ഓക്കെ, പറയുന്നുണ്ട് ദ കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ മെയ് 1960. അപ്പൊ എന്നാണ് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതെന്നാണ്? മെയ് 1960 കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പൊ നോക്കിക്കേ, 1959 1960 ഈ കമ്മിറ്റിയുടെ ഡ്യൂറേഷൻ. കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1959 അപ്പോയിന്റ് ചെയ്തു, 1960 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ദെൻ പറയുന്നുണ്ട് ദ സ്കോപ്പ് ഓഫ് ദ കമ്മിറ്റി വാസ്, ഞാൻ നേരത്തെ പറഞ്ഞു ടേംസ് ഓഫ് റെഫറൻസ് എന്നൊക്കെ പറയും. എന്താണ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു പഠന മേഖല എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ടു ഇംപ്ലിമെന്റ് പ്രോഗ്രാം ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് റെക്കമെൻഡഡ് ബൈ വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ കോപ്പറേറ്റീവ് പോളിസി 1958-59 ആണ് കാലഘട്ടം. അപ്പം ആ വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ കോപ്പറേറ്റീവ് പോളിസിയുടെ എന്താണ്? പ്രോഗ്രാം ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് എന്ത് ചെയ്യുക? ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് ഈ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? വാസ് ടു ഇംപ്ലിമെന്റ് പ്രോഗ്രാം ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് റെക്കമെൻഡഡ് ബൈ വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ കോപ്പറേറ്റീവ് പോളിസി. 59, 58, 59 ആണ് ആ ഒരു ഇയർ. അപ്പൊ ഈ വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ കോപ്പറേറ്റീവ് പോളിസി എന്തിനു വേണ്ടിയിട്ടാ? ടു ഇംപ്ലിമെന്റ് ദ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റ് ഫോർ NDC റെസൊല്യൂഷൻ എന്നാണ്. ഇപ്പൊ NDC റെസൊല്യൂഷൻ 58 ആണ്. അതിനു വേണ്ടിയിട്ടാണ് വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ കോപ്പറേറ്റീവ് പോളിസിയെ അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ ആ വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ കോപ്പറേറ്റീവ് പോളിസി മുന്നോട്ട് വെച്ച പ്രോഗ്രാം ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് രൂപീകരിച്ചത്. ഓക്കെ, ദെൻ അതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ. ഈ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, എന്തൊക്കെയാ നിർദ്ദേശം എന്ന് പറയുന്നത്? ഒന്ന്, കോപ്പറേറ്റീവ് ഷുഡ് ബി സ്ട്രെങ്തൻ ദംസെൽസ് ഫിനാൻഷ്യലി. സഹകരണ സ്ഥാപനങ്ങൾ സാമ്പത്തികമായിട്ട് എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. സാമ്പത്തികമായിട്ട് ശക്തിപ്പെടണം. ഓക്കെ, ദം ഫിനാൻഷ്യലി ആൻഡ് അതർവൈസ് ആൻഡ് എക്സ്റ്റെൻഡ് ദെയർ റേഞ്ച് ഓഫ് ക്രെഡിറ്റ് ആൻഡ് അതർ ഓപ്പറേഷൻസ്. എന്നിട്ട് അവരുടെ വായ്പകൾ മാത്രമല്ല മറ്റു സേവനങ്ങളും മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എന്ത് ചെയ്യണം? എത്തിക്കണം. അവരുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കണം.
അപ്പൊ അതുവഴി എന്ത് ചെയ്യണം, ഒരു സഹകരണ സംഘത്തിന്റെ എന്താണ് സാമ്പത്തിക സ്ഥിതി, സാമ്പത്തികമായിട്ടും അതുപോലെ മറ്റു രീതിയിലും സഹകരണ സംഘങ്ങൾ എന്ത് ചെയ്യണം, ശക്തിപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് വയബിൾ ആവണം. അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം അത് തന്നെയായിരുന്നു, പ്രൊമോഷൻ ഓഫ് വയബിൾ യൂണിറ്റ് ആണ്. വയബിൾ എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി മാത്രമല്ല എല്ലാ സാഹചര്യത്തിലും, അതായത് ഫാർമേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യാൻ പര്യാപ്തമാവുന്ന രീതിയിൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്ത് ചെയ്യണം, പര്യാപ്തമാവണം, സ്വയം പര്യാപ്തമാവണം. അതായിരുന്നു ഒരു റെക്കമെൻഡേഷൻ. ഓക്കെ, പറയുന്നുണ്ട് അടുത്ത റെക്കമെൻഡേഷൻ എന്താണ്, സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർഗനൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് വില്ലേജ് കമ്മ്യൂണിറ്റി ആസ് ദ പ്രൈമറി യൂണിറ്റ്. ഒരു സർവീസ് കോഓപ്പറേറ്റീവ് സംഘം എങ്ങനെ രൂപീകരിക്കേണ്ടത്, വില്ലേജ് അടിസ്ഥാനത്തിൽ വേണം. ഒരു വില്ലേജിന്റെ റിക്വയർമെന്റ് എന്താണോ അത് മീറ്റ് ചെയ്യാൻ പര്യാപ്തമാവുന്ന രീതിയിൽ എന്ത് ചെയ്യണം, സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഓർഗനൈസ് ചെയ്യണം. അപ്പൊ എന്താ പറഞ്ഞത്, സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർഗനൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് വില്ലേജ് കമ്മ്യൂണിറ്റി ആസ് ദ ഏത് യൂണിറ്റാ, പ്രൈമറി യൂണിറ്റ്. ഇതൊക്കെ നമ്മുടെ NDC റെസൊല്യൂഷനകത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പൊ അത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഉദ്ദേശം. ഓക്കെ, ദെൻ അടുത്തത് ദ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി, ഗ്രാമീണ വായ്പാ സംഘം ഷുഡ് നോട്ട് കവർ മോർ ദാൻ 3000 പോപ്പുലേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വില്ലേജിനെ അടിസ്ഥാനപ്പെടുത്തി വേണം, ഒരു വില്ലേജ് ഒരു പ്രൈമറി യൂണിറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് വേണം ഒരു റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി പ്രവർത്തിക്കാൻ. അതുപോലെ തന്നെ അവരുടെ സേവനം പരമാവധി ഒരു കാരണവശാലും മാക്സിമം 3000 പോപ്പുലേഷൻ പറയുന്നത്. ഇവരുടെ ആ ഒരു റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് പരമാവധി ഒരു 3000 പോപ്പുലേഷൻ കവർ ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, എന്നിട്ട് പറഞ്ഞു ഈ 3000 പോപ്പുലേഷൻ എന്ന് പറയുന്നത് 600 ഫാമിലീസ് അല്ലെങ്കിൽ 500 കൾട്ടിവേറ്റിംഗ് ഫാമിലീസ് വേണം കവർ ചെയ്യാൻ. ഒരു റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്താ പറഞ്ഞത് 600 ഫാമിലീസ്, അങ്ങനെ 3000 പേരാവാം, അല്ലെങ്കിൽ 500 കൾട്ടിവേറ്റിംഗ് ഫാമിലീസ്. ഇത്രയും ആയിരിക്കണം ഒരു റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി കവർ ചെയ്യാൻ അവരുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി സെർവ് ചെയ്യേണ്ടത് ആരാണ്, ഒരു കാരണവശാലും 3000-ലധികം മെമ്പേഴ്സ് വരാൻ പാടില്ല, അല്ലെങ്കിൽ 500 കൾട്ടിവേറ്റിംഗ് ഫാമിലീസ് അല്ലെങ്കിൽ 600 നോർമൽ ഫാമിലീസിന് വേണം ഒരു റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി സെർവ് ചെയ്യാൻ. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നുണ്ട് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഹെഡ് ക്വാർട്ടർ ഓഫ് ദ സൊസൈറ്റി. ഈ പറഞ്ഞ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം, 3 or 4 മൈൽസ് ആയിരിക്കണം. എത്രയാ പറഞ്ഞത്, 3-4 മൈലുകളായിരിക്കണം. 3-4 മൈലുകളായിരിക്കണം. എന്തെന്ന് പറഞ്ഞത്, ഒരു റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടറിൽ നിന്നുള്ള ഇവർ സെർവ് ചെയ്യുന്ന പോപ്പുലേഷന്റെ ഒരു ജൂറിസ്ഡിക്ഷൻ, അധികാരപരിധി 3-4 മൈലുകൾ. അതിനപ്പുറത്തേക്ക് ഒരു റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി സെർവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതും ഈ ഒരു കമ്മിറ്റിയുടെ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമായിരുന്നു. ഇതിനടുത്ത് എന്താ പറഞ്ഞത്, സ്റ്റേറ്റ് പ്രൊവൈഡ് ഇനീഷ്യൽ അസിസ്റ്റൻസ് ഫോർ കോപ്പറേറ്റീവ്സ്. നമ്മൾ സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ പറഞ്ഞില്ലേ, ഇവരും അത് മുന്നോട്ട് വെച്ചു. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ആവശ്യമായിട്ടുള്ള ഇനീഷ്യൽ അസിസ്റ്റൻസ് ആര് പ്രൊവൈഡ് ചെയ്യണം, സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അത് മാത്രമല്ല പറഞ്ഞത്, ദ സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ വയബിൾ സൊസൈറ്റി. എടുത്തു പറഞ്ഞു വയബിൾ സൊസൈറ്റി. സൊസൈറ്റി വയബിൾ ആണെങ്കിൽ, സാമ്പത്തികപരമായിട്ടും അല്ലാതെയുള്ള രീതിയിൽ വയബിൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ഗവൺമെന്റ് ഷെയർ ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ നടത്തണം. അതിനൊരു ലിമിറ്റ് അവർ പറഞ്ഞു, മിനിമം 1000 രൂപ, അതുപോലെ തന്നെ മാക്സിമം 10000 എന്ന രീതിയിൽ വയബിൾ ആയിട്ടുള്ള സൊസൈറ്റിയിലേക്ക് എന്ത് ചെയ്യാം, ഗവൺമെന്റിന് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്താം. മിനിമം 1000 രൂപ, പരമാവധി 10000 രൂപ എന്ന നിരക്കിൽ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്താം. ഓക്കെ, ഇത് കൂടാതെ ഒരു സബ്സിഡീസും കൂടെ പറയുന്നുണ്ട്. 1200 രൂപ, ഇയർലി 1200 രൂപ. അങ്ങനെ ഒരു 5 വർഷം വരെ വയബിൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് എന്ത് കൊടുക്കാം, ഒരു എന്താ പറയുക, ഒരു കൺസെഷൻ, ഒരു സബ്സിഡി എന്ന രീതിയിൽ കൊടുക്കാം. ഓക്കെ, മിനിമം 1200 രൂപ എന്ന നിരക്കിൽ, 1200 രൂപ എന്ന നിരക്കിൽ 5 വർഷം വരെയുള്ള ഒരു എന്താ പറയുക, ഒരു അസിസ്റ്റൻസ്, ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വയബിൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകാം എന്നൊരു നിർദ്ദേശവും ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചു. ഓക്കെ, ദെൻ പറഞ്ഞ അടുത്തൊരു റെക്കമെൻഡേഷൻ ആണ് പറയുന്നത്. അതപ്പോൾ നോക്കിക്കേ, എന്താണ് സ്റ്റേറ്റ് പ്രൊവൈഡ് ഇനീഷ്യൽ അസിസ്റ്റൻസ് ഫോർ കോപ്പറേറ്റീവ്സ്.
ദ സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ വയബിൾ സൊസൈറ്റി എന്താണ് പറഞ്ഞത്? ടു ബി മിനിമം എത്രയാ? മിനിമം 1000 രൂപയാണ് ആൻഡ് മാക്സിമം 10000 രൂപയാണ്. പറയുന്നുണ്ട് അടുത്തൊരു മറ്റൊരു റെക്കമെൻഡേഷൻ പറഞ്ഞ ഇതാണ്, ദ ഷോർട്ട് ടേം ക്രെഡിറ്റ് ബി ഗിവൺ ടു ലാൻഡ്ലെസ് പീപ്പിൾ അഗെയിൻസ്റ്റ് പേഴ്സണൽ സെക്യൂരിറ്റീസ്. ആൾജാമ്യം വെച്ചുകൊണ്ട് ആൾജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഇല്ലാത്തവർക്ക് എന്ത് കൊടുക്കണം? ഷോർട്ട് ടൈം വായ്പ കൊടുക്കണം. അപ്പൊ ഭൂമി ഇല്ലാത്തവർ എങ്ങനെ വായ്പ എടുക്കും? ഇല്ലേ? അപ്പൊ ഭൂമി ഇല്ലാത്തവർക്ക് ലോങ് ടൈം വായ്പ അല്ല പറയുന്നത്, ഭൂമി ഇല്ലാത്തവർക്ക് പേഴ്സണൽ സെക്യൂരിറ്റി വെച്ചുകൊണ്ട് എന്ത് കൊടുക്കണം? ഷോർട്ട് ടൈം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, മോർഗേജ് സെക്യൂരിറ്റി ഷുഡ് നോട്ട് ബി ഇൻസിസ്റ്റഡ് അപ്പോൺ ബൈ ദ ക്രെഡിറ്റ് സൊസൈറ്റി ഫോർ സ്മോൾ എമൗണ്ട് ഓഫ് ലോൺസ്. അതായത് ചെറിയ ലോൺ തുകയാണെങ്കിൽ, ചെറിയ എമൗണ്ട് ആണ് ലോൺ തുകയെങ്കിൽ അതിന് മോർഗേജ്ഡ് സെക്യൂരിറ്റി, അതായത് ഈ പറഞ്ഞ പോലെ സ്ഥലമോ അല്ലെങ്കിൽ മറ്റ് ഇമ്മൂവബിൾ അസറ്റോ സെക്യൂരിറ്റി ആയിട്ട് വേണം എന്ന് വാശി പിടിക്കാൻ പാടില്ല. അപ്പൊ ഷോർട്ട് ടൈം ലോൺസ് പേഴ്സണൽ സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? കൾട്ടിവേറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. അവിടെ മോർഗേജ്ഡ് പ്രോപ്പർട്ടി വേണം എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല. ഏത് കേസിൽ മാത്രം? ഷോർട്ട് ടൈം ലോൺസ് ആണ് അല്ലെങ്കിൽ സ്മോൾ എമൗണ്ട് ഓഫ് ലോൺസ് ആണെങ്കിൽ പേഴ്സണൽ സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ എന്ത് കൊടുക്കണം? ലോണ് പ്രൊവൈഡ് ചെയ്യണം. അതായിരുന്നു മറ്റൊരു നിർദ്ദേശം. ഓക്കെ, ദെൻ അടുത്ത പറയുന്നുണ്ട്, അടുത്ത എന്താ പറഞ്ഞത്? ഡെപ്പോസിറ്റ് മൊബിലൈസേഷനെ കുറിച്ച് പറഞ്ഞു. ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ, അപ്പൊ എന്താ ഡെപ്പോസിറ്റ് മൊബിലൈസേഷനെ കുറിച്ച് പറഞ്ഞ എന്താ? സ്റ്റെപ്സ് ഷുഡ് ബി ടേക്കൺ ബൈ ദ സൊസൈറ്റി ഫോർ അട്രാക്ടിങ് മോർ ഡെപ്പോസിറ്റ്. കൂടുതൽ ഡെപ്പോസിറ്റുകൾ കളക്ട് ചെയ്യാൻ ആവശ്യമായുള്ള നടപടികൾ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്വീകരിക്കണം. ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സ്വീകരിക്കണം. അതിനായിട്ട് ഈ ഒരു വില്ലേജിൽ ഒരു എന്താ പറഞ്ഞത്, ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കണം. ഒരു എന്താ പറഞ്ഞത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് നിക്ഷേപം നടത്താം എന്നുള്ള ഒരു ക്രെഡിബിലിറ്റി ഈ വില്ലേജിൽ താമസിക്കുന്ന മെമ്പേഴ്സിനിടയിൽ ഉണ്ടാവണം. അവർക്ക് ന്യായമായ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ട് കൂടുതൽ എന്ത് സ്വീകരിക്കണം? ഡെപ്പോസിറ്റ് സ്വീകരിക്കണം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ക്യാമ്പയിൻ ആര് നടത്തണം? ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നടത്തണം. പ്രത്യേകിച്ച് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നടത്തണം. അടുത്തെന്താ പറഞ്ഞത്? ദ കമ്മിറ്റി റെക്കമെൻഡഡ് ദ മാർക്കറ്റിംഗ് സൊസൈറ്റി ടു അഡോപ്റ്റ് ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം. എന്താണ് പറഞ്ഞത്? ദ കമ്മിറ്റി റെക്കമെൻഡഡ് ദ മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ത് ചെയ്യണം? ടു അഡോപ്റ്റ് ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം എന്താ? ഔട്ട്റൈറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് വിപണി വില കൊടുത്തുകൊണ്ട് ബൾക്കായിട്ട് ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണം. ഔട്ട്റൈറ്റ് പർച്ചേസ് നടത്തണം. റൂളിംഗ് മാർക്കറ്റ് പ്രൈസ് എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ദ കമ്മിറ്റി റെക്കമെൻഡഡ് ദ മാർക്കറ്റിംഗ് സൊസൈറ്റി. അപ്പൊ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം റിലേറ്റഡ് ടു ഏത് സൊസൈറ്റി ആണ്? മാർക്കറ്റിംഗ് സൊസൈറ്റി ആണ്. അപ്പൊ മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ത് ചെയ്യണം? ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യണം. ദെൻ അടുത്തത്, the committee suggested the need for relief and guarantee fund under state government at various levels of credit structure. റിലീഫ് ആൻഡ് ഗ്യാരണ്ടി ഫണ്ടിന്റെ ആവശ്യം നമുക്കറിയാം. എന്താണ്? ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ അതുമൂലം ഉണ്ടാവുന്ന നഷ്ടം നികത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ നമ്മൾ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റെക്കമെൻഡേഷൻ ആയിരുന്നു. എന്താണ്? നാഷണൽ ക്രെഡിറ്റ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിലീഫ് ആൻഡ് ഗ്യാരണ്ടി ഫണ്ട് സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലുണ്ട്. ഏതാണ്? സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിലീഫ് ആൻഡ് ഗ്യാരണ്ടി ഫണ്ട്. അപ്പൊ അതിന്റെ ഉദ്ദേശം നമ്മൾ പറഞ്ഞു. എന്താ ഉദ്ദേശം എന്ന് പറയുന്നത്? ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതുമൂലം ഉണ്ടാവുന്ന നഷ്ടത്തിൽ നിന്നും ആ സംഘങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഏത്? റിലീഫ് ആൻഡ് ഗ്യാരണ്ടി ഫണ്ട്. അത് ഈ കമ്മിറ്റി നിർദ്ദേശം ഈ ഒരു ഊന്നൽ കൊടുത്തു. അത് ആ ഫണ്ട് രൂപീകരിക്കണം. ഓക്കെ, ദെൻ അടുത്തത് സ്പെഷ്യൽ ബാഡ് ഡെപ്റ്റ് റിസർവ്. വളരെ ഇമ്പോർട്ടന്റ് റെക്കമെൻഡേഷൻ ആണ്. സ്പെഷ്യൽ ബാഡ് ഡെപ്റ്റ് റിസർവ് എന്താണ്? സ്പെഷ്യൽ ബാഡ് ഡെപ്റ്റ് റിസർവ്. സ്പെഷ്യൽ ബാഡ് ഡെപ്റ്റ് റിസർവ് പറയുന്നുണ്ട്, if audit classification is not D or E. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുൻകാലത്തെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് DO EO അല്ലെങ്കിൽ ഗ്രാൻസ് ആയിട്ട് എന്ത് കൊടുക്കണം? ഗവൺമെന്റ് എന്ത് പ്രൊവൈഡ് ചെയ്യണം? സ്പെഷ്യൽ ബാഡ് ഡെപ്റ്റ് റിസർവ് പ്രൊവൈഡ് ചെയ്യണം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. റിലീഫ് ആൻഡ് ഗ്യാരണ്ടി ഫണ്ടിന്റെ ആവശ്യകത തന്നെയാണ് ഇവിടെയും പറയുന്നത്. സ്പെഷ്യൽ ബാഡ് ഡെപ്റ്റ് റിസർവ് നമ്മുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. സ്പെഷ്യൽ ബാഡ് ഡെപ്റ്റ് റിസർവ് റെക്കമെൻഡഡ് ബൈ ആരാണ്? കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഹെഡഡ് ബൈ VL മെഹ്തയാണ്. സ്പെഷ്യൽ ബാഡ് ഡെപ്റ്റ് റിസർവ്.
അപ്പൊ അവിടെ എടുത്തൊരു കാര്യങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ DO EO ആവാൻ പാടില്ല. DO EO ആണെങ്കിൽ എന്ത് പാടില്ല? സ്പെഷ്യൽ ബാഡ് ഡെറ്റ് റിസർവ് കൊടുക്കാനും പാടില്ല, ക്രിയേറ്റ് ചെയ്യാനും പാടില്ല. ഓക്കെ, ദെൻ അടുത്തത്, the committee observed that state aid to cooperative society should not become the instrument for state interference. അപ്പോൾ ഇവരുടെ ഒരു ഒബ്സർവേഷൻ ആണ്. സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ആണ് പറയുന്നത്, സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ ആണ് പറയുന്നത്. അതൊരു കാരണവശാലും സ്റ്റേറ്റിന്റെ അധികാരം അല്ലെങ്കിൽ കൈകടത്തൽ, അധികാരം എന്താ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മേൽ, അവരുടെ അധികാരത്തിന് മേൽ കൈകടത്തലാവാൻ പാടില്ല. അതാണ് പറഞ്ഞത്. എന്താണ്? സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി, സംസ്ഥാനത്തിന്റെ സഹായം ഷുഡ് നോട്ട് ബിക്കം ദ ഇൻസ്ട്രുമെന്റ് ഫോർ സ്റ്റേറ്റ് ഇന്റർഫിയറൻസ്. സ്റ്റേറ്റ് ഇന്റർഫിയറൻസിനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് അത് മാറാൻ പാടില്ല. ഓക്കെ, അടുത്ത് പറയുന്നുണ്ട്, എ സിസ്റ്റമാറ്റിക് പ്രോഗ്രാം ഫോർ ഡോർമന്റ് സൊസൈറ്റി ഷുഡ് ബി ടേക്കൺ അപ്പ് ബൈ ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഡോർമന്റ് സൊസൈറ്റി, പ്രവർത്തനം നിർത്തലാക്കേണ്ടി വന്നിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടെങ്കിൽ, ഡോർമന്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടെങ്കിൽ അവരെ പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഓഫ് ആക്ടിവിറ്റീസ് ആര് തയ്യാറാക്കണം? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കണം. എന്താ പറഞ്ഞത്? എന്താണ്? എ സിസ്റ്റമാറ്റിക് പ്രോഗ്രാം ഫോർ ഡോർമന്റ് സൊസൈറ്റീസ് ഷുഡ് ബി ടേക്കൺ ബൈ ആരാണ്? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മുന്നോട്ട് വെച്ച മറ്റൊരു നിർദ്ദേശം അതായിരുന്നു. ഡോർമന്റ് സൊസൈറ്റികളെ പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഓഫ് ആക്ടിവിറ്റി തയ്യാറാക്കണം. ആരുടെ മേൽനോട്ടത്തിൽ? ആരുടെ ഇനീഷ്യേറ്റീവിൽ? അണ്ടർ ദ ഇനീഷ്യേറ്റീവ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ അടുത്തത്, സ്പെഷ്യൽ കൺസെഷൻ ഷുഡ് ബി ഗിവൺ ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് സൊസൈറ്റികൾ. SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം. പ്രത്യേക ഒരു എന്താ പറയുക, ഒരു മുൻഗണന അല്ലെങ്കിൽ ഒരു കരുതൽ അവരുടെ കേസിൽ ഉണ്ടാവണം. ആരുടെ കേസിലാണ്? SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ. ദെൻ അടുത്ത് പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് ഏതാണ്? അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഇവരുടെ മറ്റൊരു നിർദ്ദേശമായിരുന്നു. പറയുന്നുണ്ട്, നോമിനീസ് ഓഫ് ദ ഗവൺമെന്റ് ഓർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് CCB, നോമിനീസ് ഓഫ് ദ ഗവൺമെന്റ് ഓർ CCB വുഡ് നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ്. അവർക്ക് എന്ത് പാടില്ല? വോട്ടിംഗ് റൈറ്റ് അല്ലെങ്കിൽ വീറ്റോ റൈറ്റ് എന്നാ പറയുന്നത്. വോട്ടിംഗ് റൈറ്റ് എന്നല്ല നമ്മൾ പൊതുവെ ഉദ്ദേശിക്കുന്നത്. അവർ പറഞ്ഞ ടേം എന്ന് പറയുന്നത് വീറ്റോ റൈറ്റ് എന്നാണ്. വീറ്റോ റൈറ്റ്, ഒരു വീറ്റോ പവർ അവർക്കില്ല. ആർക്കാണ്? നോമിനീസ് ഓഫ് ദ ഗവൺമെന്റും അതുപോലെ തന്നെ CCBയുടെ. ഓക്കെ, അപ്പൊ ഇത്രയും നിർദ്ദേശമാണ് ഈ കമ്മിറ്റി, ഏത് കമ്മിറ്റിയാണ്? കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മുന്നോട്ട് വെച്ചത്. പൊതുവെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള അഡിക്വേറ്റ് ക്രെഡിറ്റ് ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു ഈ കമ്മിറ്റിയുടെ പരമപ്രധാനമായ ലക്ഷ്യം. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ നിർദ്ദേശങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചത്. വായ്പാ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർദ്ദേശമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ഒരു വില്ലേജ് ആയിരിക്കണം ഏരിയ ഓഫ് ഓപ്പറേഷൻ. പരമാവധി 3000 പോപ്പുലേഷനാണ് ഒരു സംഘം കവർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാവണം എന്ന് കരുതിയത് സ്റ്റേറ്റ് ഇന്റർഫിയറൻസ് ആവാൻ പാടില്ല. സ്റ്റേറ്റിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1000 മിനിമം, 10000 മാക്സിമം വരെ ആവാം. അതുപോലെ തന്നെ ഡോർമന്റ് സൊസൈറ്റികളെ പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഓഫ് ആക്ടിവിറ്റീസ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇനീഷ്യേറ്റീവിൽ തയ്യാറാക്കണം. ദെൻ അതുപോലെ എന്താ പറഞ്ഞത്, സ്പെഷ്യൽ ബാഡ് ഡെറ്റ് റിസർവ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യൽ ബാഡ് ഡെറ്റ് റിസർവ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ DO EO അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘങ്ങളിൽ എന്ത് രൂപീകരിക്കണം? സ്പെഷ്യൽ ബാഡ് ഡെറ്റ് റിസർവ് രൂപീകരിക്കണം. അപ്പൊ ഈ ഒരു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് വയബിൾ യൂണിറ്റ് ആണ്. അതായത് എല്ലാ രീതിയിലും വയബിൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഉന്നമനമായിരുന്നു ഈ ഒരു കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റിന്റെ ഉദ്ദേശം. അതുവഴി അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് എത്തിക്കുക എന്നുള്ളതും ഈ ഒരു കമ്മിറ്റിയുടെ മുഖ്യ ഉദ്ദേശങ്ങളിൽ ഒന്നാണ്. ഓക്കെ, അപ്പൊ ഇതാണ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ്, അപ്പോയിന്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് കോർപ്പറേഷൻ 59 അപ്പോയിന്റ് ചെയ്തു അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് വൈകുന്ത് L മെഹത്ത. ദെൻ മെമ്പർ സെക്രട്ടറി ആരായിരുന്നു? ശ്രീ പളനിയപ്പ മുതലിയാറായിരുന്നു. 1960 ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്.
ഓക്കെ, ഇത്രയുമാണ് ഈ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.